സീറോയിൽ നിന്നും എന്നെ റാങ്കിൽ എത്തിച്ച ഒരു പ്രത്യേക കോൺസെപ്റ്റാണ് മാജിക് മാസ്റ്ററി. 10ാം ക്ലാസ് വരെ പല അധ്യാപകർ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് മാർക്ക് കിട്ടിയില്ല. എന്റെ ഏറ്റവും വലിയ മാർക്ക് 8ാം ക്ലാസ്സിലെ 10 മാർക്കാണ്. അപ്പൊ എന്റെ പേരൻസ് വളരെയധികം ബുദ്ധിമുട്ടി. എന്നെ പല ട്യൂഷൻ ടീച്ചേഴ്സിന്റെ അടുത്ത് എത്തിച്ചു. ബട്ട് അവരെല്ലാം പരാജയപ്പെട്ടു. പക്ഷെ അവസാനം ഞാൻ കണ്ടെത്തിയ എന്റെ പപ്പ കണ്ടെത്തിയ ഒരു ട്യൂഷൻ ടീച്ചർ ഒരു ബേസിക് ഫണ്ടമെന്റൽ മാത്സിന്റെ ബേസിക് ഫണ്ടമെന്റൽസ് ഒരു ട്രീ പോലെ കണക്റ്റഡ് ആയി എനിക്ക് പറഞ്ഞു തന്നു. ആ ട്രീക്കാണ് മാജിക് മാസ്റ്ററി എന്ന് പറയുന്നത്. ആ മാജിക് മാസ്റ്ററി എന്താണെന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഈ മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ് ബേസിക് ഫണ്ടമെന്റൽ, മാത്സിന്റെ ബേസിക് ഫണ്ടമെന്റൽ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബേസിക് ഫണ്ടമെന്റൽ ആ ട്രീയിലൂടെ എനിക്ക് കണക്ട് ചെയ്ത് എന്റെ അധ്യാപകൻ പറഞ്ഞു തന്നപ്പോൾ പിന്നീട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഒരു അധ്യാപകരുടെ പോലും സഹായം ഇല്ലാതെ വീട്ടിലിരുന്ന് പഠിച്ച് റാങ്ക് വാങ്ങി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ഏത് കുട്ടിക്കും, സീറോ വാങ്ങുന്ന കുട്ടിക്കും ടോപ്പിലെത്താൻ 100% മാർക്ക് വാങ്ങാൻ സാധിക്കും എന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിൽ എത്ര വീക്കായ കുട്ടികളും സീറോയിൽ നിൽക്കുന്നവർക്കും ഞാൻ ഗ്യാരണ്ടി തരുന്നു, എന്റെ മെത്തേഡ് ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 100% കിട്ടും. മാത്രമല്ല, ഞാൻ ഈ ഇടയായിട്ട് കഴിഞ്ഞ SSLC എക്സാമിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ഒരു സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എബനേസർ ഇന്റർനാഷണൽ സ്കൂൾ. കോട്ടയത്തുള്ള എബനേസർ ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ ചെന്നു. എന്റെ ഒരു ടെസ്റ്റിമോണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അതിനുശേഷം ആ സ്കൂളിൽ ഞാനൊരു ക്ലാസ് എടുത്തു. അവിടുത്തെ പ്രിൻസിപ്പലിന്റെ പെർമിഷനോടുകൂടി ഞാൻ അവിടുത്തെ 3 കുട്ടികളെ, ഏറ്റവും മാർക്ക് കുറഞ്ഞ 3 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തു. എന്റെ ഈ 15 മണിക്കൂർ ഓൺലൈൻ ട്യൂഷനിലൂടെ, അതായത് ഞാനും എന്റെ ട്യൂഷൻ ടീച്ചേഴ്സും ചേർന്നുള്ള 15 മണിക്കൂർ ഓൺലൈൻ ട്യൂഷനിലൂടെ 13% മാർക്കുള്ള കുട്ടിക്ക് 52% വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചു. 44-കാരന് 72-ഉം 47-കാരന് 63-ഉം വാങ്ങിക്കൊടുക്കാൻ എനിക്കും എന്റെ ടീച്ചേഴ്സിനും സാധിച്ചു. കറക്റ്റ് മാജിക് മാസ്റ്ററി എന്ന സ്ക്രിപ്റ്റിലൂടെ ആ കുട്ടികളെ അത് ഫോളോ ചെയ്യിപ്പിച്ചപ്പോൾ പിന്നെ സോഫ്റ്റ്വെയറിലെ കണ്ടന്റുകളും ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ ക്ലാസ്സും ആ കണ്ടന്റും കൂടി ചേർന്നാണ് കുട്ടികൾക്ക് ഈ മാർക്ക് കിട്ടിയത്. അവിടുത്തെ പ്രിൻസിപ്പൽ തന്നെ സൈൻ ചെയ്ത് ആ ഒരു ടെസ്റ്റിമോണി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ബ്രൗസറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എങ്ങനെ ഈ മാജിക് മാസ്റ്ററി ഞാൻ പറഞ്ഞു തരുന്നു എന്ന് ഞാൻ വിശദമാക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ട്യൂഷൻ ടീച്ചർ, എന്റെ ട്യൂഷൻ ടീച്ചർ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന, ഞാൻ ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന, എന്റെ സോഫ്റ്റ്വെയർ പഠിച്ചിരിക്കുന്ന ട്യൂഷൻ ടീച്ചേഴ്സിലൂടെ മാത്രമേ നിങ്ങൾ, ഓൺലൈൻ ടീച്ചേഴ്സിലൂടെ മാത്രമേ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ പഠിക്കാവൂ. മാജിക് മാസ്റ്ററി ഒരിക്കലും തനിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം എന്റെ അധ്യാപകനാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനൊന്നും അദ്ദേഹത്തിന്റെ ഡയറക്ഷനോട് തനിച്ച് പഠിച്ചതല്ല. അതുകൊണ്ട് എന്റെ ഓൺലൈൻ ടീച്ചേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം. ആദ്യം നിങ്ങൾ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോഫ്റ്റ്വെയർ വാങ്ങിയതിനു ശേഷം ടീച്ചർമാർ നിങ്ങളെ ഓൺലൈനിൽ ക്ലാസ് എടുക്കും. അപ്പം 15 ക്ലാസ്സുകളാണ്, അതായത് 1 മണിക്കൂറിന്റെ 15 ദിവസത്തെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ക്ലാസ് കഴിയുമ്പോൾ ആ ടീച്ചർ ഡയറക്റ്റ് ചെയ്യും, സോഫ്റ്റ്വെയറിലെ ഇന്ന വീഡിയോസ് പഠിക്കണം. എല്ലാ വീഡിയോസിനും നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര വീഡിയോസ് പഠിക്കുക. ആ വീഡിയോ കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് പഠിക്കണം. ആ നോട്ട്സ് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പാക്കേജ് വരും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 34 സെക്ഷൻ ഉണ്ട്. ആ 34 സെക്ഷനിലെ 1ാമത്തെ സെക്ഷനാണ് മാജിക് മാസ്റ്ററി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ട്സ് കാണാം. ആ നോട്ട്സിൽ 1, 2, 3 ഇങ്ങനെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ആദ്യത്തെ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ടീച്ചർ പറയും 1 മുതൽ 10 വരെ വീഡിയോ പഠിക്കുക. അത് എവിടെയാണെന്നും ടീച്ചർ പറഞ്ഞു തരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് ഇന്ന സ്ഥലത്തുണ്ട്, അത് പഠിക്കുക. 2ാമത്തെ ക്ലാസ്സിൽ ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ 2ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ. ഇങ്ങനെ 15 ക്ലാസ് കഴിയുമ്പോൾ ഞാനൊരു ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് തരും. ആ ടെസ്റ്റ് പേപ്പറിൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 200 ക്വസ്റ്റ്യൻസിൽ 150 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്താൽ പിന്നീട് നിങ്ങൾ എഴുതുന്ന എല്ലാ എക്സാമിനേഷനും, മാത്തമാറ്റിക്സിലെ എല്ലാ എക്സാമിനേഷനും 60% മുകളിൽ കിട്ടും എന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് സൈൻ ചെയ്തു തരും. ഇനി നിങ്ങൾക്ക് ആ 150 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത 15 മണിക്കൂർ വീണ്ടും അടുത്ത ക്ലാസ്സിൽ, അടുത്ത ബാച്ചിൽ കയറാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ്, നിങ്ങളുടെ ബേസിക് ഫണ്ടമെന്റൽസ്, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ബേസിക് ഫണ്ടമെന്റൽ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.
മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ് എന്താണ് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. LCM എന്ന ടോപ്പിക്കിന്റെ മാജിക് മാസ്റ്ററി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനുശേഷം LCM എന്ന ടോപ്പിക്ക് പോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ടോപ്പിക്കുകൾക്കും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന മാജിക് മാസ്റ്ററി സോഫ്റ്റ്വെയറിലൂടെ നിങ്ങളെ കാണിച്ചു തരാം. LCM എന്ന ടോപ്പിക്കിന്റെ മാജിക് മാസ്റ്ററി ആണ് ഞാൻ നിങ്ങളെ ഈ ബോർഡിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. LCM ഓഫ് 5, 10, 20 ആൻഡ് 50. നമ്മൾ ഈ 4 നമ്പറുകൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 5, 10, 20, 50. മാജിക് മാസ്റ്ററി ഓഫ് LCM ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ നമ്മുടെ സ്കൂളുകളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്ന മെത്തേഡ് 5, 10, 20, 50. ഒരു വരയിടുന്നു. LCM is equal to 5 into 2 into 2 into 5 is equal to 100. ഇതാണ് സാധാരണ രീതിയിൽ ടീച്ചർമാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന മെത്തേഡ്. എന്നാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് LCMന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 2, LCM എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. 3ാമത്, ഈ ബേസിക് കോൺസെപ്റ്റുകൾക്ക് LCM എന്ന ടോപ്പിക്കുമായി ഉള്ള റിലേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ മാജിക് മാസ്റ്ററി എന്ന മെത്തേഡിലൂടെ ഞാൻ നിങ്ങളെ LCM പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് LCMന്റെ മീനിങ് മനസ്സിലാവും. LCMവും ആയി ബന്ധപ്പെട്ട ബേസിക് ഫണ്ടമെന്റൽസ് എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഈ ബേസിക് ഫണ്ടമെന്റൽസ് LCM എന്ന ടോപ്പിക്കുമായുള്ള റിലേഷൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. 5, 10, 20, 50. ഇതിലെ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്യുക. ഇതിലെ ഏറ്റവും വലിയ നമ്പർ 50 ആണ്. ഇനി ചെയ്യേണ്ടത് മറ്റ് നമ്പറുകൾ 50ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. 5 50ന്റെ ഫാക്ടർ ആണ്. അതിന് കാരണം 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇന്റിജർ ആണ് നമുക്ക് കിട്ടുന്നത്. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഇന്റിജർ ആണ് കിട്ടുന്നത്. 10.25, 10.5, 10.25 ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ അത് ഇന്റിജർ അല്ല, മിക്സഡ് ഫ്രാക്ഷൻ ആയി മാറുമായിരുന്നു. അപ്പൊ ഇവിടെ ഇന്റിജർ കിട്ടുന്നതുകൊണ്ട് നമുക്ക് 5 50ന്റെ ഫാക്ടർ ആണ് എന്ന് പറയാം. 5 50ന്റെ ഫാക്ടർ ആണെങ്കിൽ 50 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് അങ്ങോട്ട് പോയാൽ ഫാക്ടർ, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്പിൾ. ഇനി അടുത്ത നമ്പർ നോക്കാം. 10 50ന്റെ ഫാക്ടർ ആണ്, അല്ലെങ്കിൽ 50 എന്നത് 10ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നമ്മൾ 5 50ന്റെ ഫാക്ടർ ആണ് എന്ന് പറയുമ്പോൾ 5ഉം 10ഉം ഇവരെ ഒന്നിച്ച് പറഞ്ഞാൽ 5ഉം 10ഉം 50ന്റെ കോമൺ ഫാക്ടർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു നമ്പർ ആണെങ്കിൽ ഫാക്ടർ എന്നും, ഒന്നിൽ കൂടുതൽ നമ്പറുകൾ വന്നാൽ കോമൺ ഫാക്ടർ എന്നും പറയും. ഇത് തിരിച്ചു പറഞ്ഞാൽ 50 എന്നത് 5ന്റെയും 10ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വീണ്ടും അടുത്ത നമ്പർ സെലക്ട് ചെയ്യുക. 20 50ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. 20 50ന്റെ ഫാക്ടർ അല്ല. കാരണം 50നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5/2 ഈസ് ഈക്വൽ ടു 2.5 എന്നാണ് കിട്ടുന്നത്. 2.5 എന്നാണ് കിട്ടുന്നത്. അത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് 20 50ന്റെ ഫാക്ടർ അല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 50ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. 50ന്റെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 50 ഗുണം 2 സമം 100 ആണ്. 100. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 20 100ന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. 20 100ന്റെ ഫാക്ടർ ആണ്. കാരണം 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്റിജർ കിട്ടുന്നു, അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടുന്നില്ല. 50 100ന്റെ ഫാക്ടർ ആണ്. കാരണം എന്തുകൊണ്ടാൽ
50ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടാണ് നമ്മൾ 100 എടുത്തത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 50 100ന്റെ ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും 5, 10, 20, 50 ഇവരെല്ലാവരും 100ന്റെ കോമൺ ഫാക്ടേഴ്സ് ആണ്. തിരിച്ചു പറഞ്ഞാൽ 100 എന്ന് പറയുന്നത് 5, 10, 20, 50 ഇവരുടെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. 100 ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 100ന്റെ മറ്റ് മൾട്ടിപ്പിളുകൾ 100 × 2, 100 × 3, 100 × 4 ഇവരെല്ലാവരും 5, 10, 20, 50 ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. 100 കോമൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ 100ന്റെ മറ്റ് മൾട്ടിപ്പിളുകളെല്ലാം 200, 300, 400, 500 ഇവരെല്ലാവരും 5, 10, 20, 50 ഇവരുടെ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലിസ്റ്റിൽ ഈ കോമൺ മൾട്ടിപ്പിൾസിന്റെ ലിസ്റ്റിൽ ഏറ്റവും ചെറിയ നമ്പർ ആര്? ഈ കോമൺ മൾട്ടിപ്പിൾസിന്റെ ലിസ്റ്റിൽ ഏറ്റവും ചെറുതാര്? ഈ ലിസ്റ്റിലെ ഏറ്റവും ചെറിയ ആളാണ് 100. ചെറുത് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ലീസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയും? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 100നെ നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും. നമ്മൾ ടീച്ചർമാരുടെ ലാംഗ്വേജ് ഇങ്ങനെ ചെയ്തപ്പം 100 LCM ആണെന്ന് കണ്ടു. പക്ഷെ എന്തുകൊണ്ടാണ് 100 ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് LCMന്റെ മീനിങ് ഇവിടെ കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം, LCMവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ബേസിക് കോൺസെപ്റ്റുകൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിലൂടെ എന്തെല്ലാം ബേസിക് കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്? ഫാക്ടർ പഠിപ്പിച്ചു, മൾട്ടിപ്പിൾ പഠിപ്പിച്ചു, കോമൺ ഫാക്ടർ പഠിപ്പിച്ചു, കോമൺ മൾട്ടിപ്പിൾ പഠിപ്പിച്ചു, അതോടൊപ്പം തന്നെ ഇന്റീജർ പഠിപ്പിച്ചു, ഫ്രാക്ഷൻ പഠിപ്പിച്ചു. അതോടൊപ്പം 50/20 = 2.5 എന്ന് ഞാൻ പറഞ്ഞപ്പോ ഡിവിഡന്റ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് സോഫ്റ്റ്വെയറിലൂടെ ടീച്ചർമാർ പറഞ്ഞു തരും. ചുരുക്കി പറഞ്ഞാൽ മാത്തമാറ്റിക്സിലെ 20 ബേസിക് ഫണ്ടമെന്റൽസ് ഈ ഒരൊറ്റ എക്സാമ്പിളിലൂടെയാണ് ടീച്ചർമാർ പഠിപ്പിക്കുന്നത്. ഈ 20 ബേസിക് ഫണ്ടമെന്റൽസ് പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാർ 40 എക്സാമ്പിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെറും 4 നമ്പറുകളിലൂടെ ഈ 20 ബേസിക് ഫണ്ടമെന്റൽസ് പഠിക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് LCMവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കോൺസെപ്റ്റുകൾ എന്താണെന്നും ആ കോൺസെപ്റ്റുകൾക്ക് ഈ LCM എന്ന ടോപ്പിക്കുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നും ഈ ഒറ്റ എക്സാമ്പിളിലൂടെ തന്നെ പഠിപ്പിക്കും. ഈ ഒരു മെത്തേഡിനെയാണ് മാജിക് മാസ്റ്ററി എന്ന് പറയുന്നത്. അതായത് LCMന്റെ മാജിക് മാസ്റ്ററിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും മാജിക് മാസ്റ്ററിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ളത്. ഞാനത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നിങ്ങളെ വിശദമായി കാണിക്കാം. വണ്ടർ മാസ് ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മെനുവിൽ നിങ്ങൾക്ക് 6 സെക്ഷനുകൾ കാണാം. ക്ലാസ് വൈസ് പാക്കേജ്, സ്കോളർഷിപ്പ് ഒളിമ്പിയാഡ്, IIT ഫൗണ്ടേഷൻ, ക്വസ്റ്റ്യൻ ബാങ്ക്, സ്പീഡ് മാത്സ്, കരിയർ സക്സസ്. ക്ലാസ് വൈസ് പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റേറ്റ്, CBSE 2 സെക്ഷൻ കാണാം. ഒരു സെക്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കാണാം. നമ്മളൊരു ക്ലാസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ 6 സെക്ഷനുകൾ കാണാം. വീഡിയോ, നോട്ട്സ്, PDF നോട്ട്സ്, ക്ലാസ് വൈസ് ടെസ്റ്റ്, ഒളിമ്പിയാഡ്, സ്കോളർഷിപ്പ്, മെന്റൽ എബിലിറ്റി. വീഡിയോ സെക്ഷനിൽ നിങ്ങൾ കാണുന്നത് മാജിക് മാസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണ്. ഈ വീഡിയോസ് ടീച്ചറുടെ ഡയറക്ഷനോട് കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ടീച്ചർ പറഞ്ഞു തരും ഏതെല്ലാം വീഡിയോസ് പഠിക്കണം എന്ന് പറയും. അതിനുശേഷം PDF നോട്ട്സ് ഉണ്ട്. ആ വീഡിയോസിനെ ബേസ് ചെയ്ത് അല്ല ടീച്ചറുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് നിങ്ങൾ പഠിക്കുന്നത് ഇവിടെയായിരിക്കും. ഈ ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻ ബാങ്ക് ഓപ്പൺ ചെയ്തിട്ട് ആപ്റ്റിറ്റ്യൂഡ് പാനൽ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് 34 സെക്ഷൻ ഉണ്ട്. മാത്തമാറ്റിക്സിലെ മുഴുവൻ ഫണ്ടമെന്റൽ മുഴുവൻ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. എല്ലാ ടോപ്പിക്കുകളും ഉള്ളതാണ് ക്വസ്റ്റ്യൻ ബാങ്ക്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇതിൽ മാജിക് മാസ്റ്ററി ഓപ്പൺ ചെയ്യുക. എക്സ്പ്ലനേഷൻസ് ആൻഡ് നോട്ട്സ് എന്ന് കാണും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 നമ്പേഴ്സ്, 2 ഇന്റിജേഴ്സ്, ഇങ്ങനെ നിങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ടീച്ചർ അതുപോലെ തന്നെ PDF വലുതാക്കാൻ വേണ്ടി ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. സോഫ്റ്റ്വെയറിൽ ചെയ്യാം. മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതെല്ലാം വീഡിയോസ് ആണ് പഠിക്കേണ്ടത്. വീഡിയോസിനെല്ലാം നമ്പർ ഉണ്ട്. ആ നമ്പറുകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോ 1, 2, 3, 4 ഇങ്ങനെ
താഴോട്ട് വീഡിയോസ് ഉണ്ട്. 121 നമ്പർ വീഡിയോസ് 10ാം ക്ലാസ്സിലുണ്ട്. അപ്പൊ ഒരു ക്ലാസ് കഴിയുമ്പോൾ ടീച്ചർ പറയും 1 മുതൽ 10 വരെയുള്ള വീഡിയോയും അതോടൊപ്പം ക്വസ്റ്റ്യൻ ബാങ്കിലെ PDF 1, 2 ഇത് പഠിക്കുക. രണ്ടാമത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോൾ ടീച്ചർ ആദ്യത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചോദിക്കും. നിങ്ങൾ എല്ലാം പഠിച്ച് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകൂ. ഇനി നമുക്ക് PDF നോട്ട്സ് പരിചയപ്പെടാം. PDF നോട്ട്സിൽ നമ്മൾ കാണുന്നത് മാജിക് മാസ് ട്രീ ആണ്. അതായത് ആ ബേസിക് ഫണ്ടമെന്റലിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ട് കാണുന്നത്. പിന്നീട് ആ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളാണ് ഈ കാണുന്നത് മുഴുവനും. ചാപ്റ്ററുകൾ നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം കോപ്പി ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകളെല്ലാം ഗൂഗിളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു ജനറൽ വേയിൽ, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ടോപ്പിക്കുകളും മാജിക് മാസ് ട്രീ എന്ന രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫണ്ടമെന്റൽസും അതിനുണ്ടാവും. പിന്നെ ചില ചാപ്റ്ററുകൾ, ഇപ്പൊ ബേസിക് ഫണ്ടമെന്റൽസ്, ജോമെട്രി നോക്കുക, ബേസിക് ഫണ്ടമെന്റൽസ്, ട്രയാങ്കിൾസ്, സർക്കിൾസ്, ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ്, ഇതെല്ലാം 10ാം ക്ലാസ്സിലെ വ്യത്യസ്തങ്ങളായ ചാപ്റ്ററുകളാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതെല്ലാം ജോമെട്രിയുടെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചില ചാപ്റ്ററുകൾ 2 or 3 ചാപ്റ്ററുകൾ ഒരു ഹെഡിന്റെ അണ്ടറിലായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിലെ ചില ചാപ്റ്ററുകൾ ബേസിക് ഫണ്ടമെന്റൽ പെടുന്നതാണെങ്കിൽ അത് മാജിക് മാസ്റ്ററിയുടെ അകത്തായിരിക്കും. ഇപ്പൊ നിങ്ങളെ 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ വെളിയിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, അത് മാജിക് മാസ്റ്ററിയുടെ അകത്തുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജനറൽ ഹെഡിന്റെ അകത്തുണ്ടാവും. പിന്നെ നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലെ കോപ്പി ആയിട്ട് പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടും കൂടുതൽ ഈസി ആക്കിക്കൊണ്ടുമാണ് ഈ നോട്ട്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത് ക്ലാസ് വൈസ് ടെസ്റ്റ്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്ററുകളുടെ ഒരു മിക്സഡ് ടെസ്റ്റ് പേപ്പർ ആണ്. എല്ലാ ചാപ്റ്ററുകളും പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ടെസ്റ്റ് പേപ്പർ എഴുതാവൂ. ടെസ്റ്റ് പേപ്പർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യനും 4 ചോയ്സും ഉണ്ടാവും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്യുക, ചെക്ക് യുവർ ആൻസർ. അത് റോങ് ആൻസർ ആണ്, പക്ഷെ അതിന്റെ ആൻസറും ഡിസ്ക്രിപ്ഷനും ഇവിടെ കാണും. ഇവിടെ 1 out of 20 എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. 20 ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും, അതും നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്യുക. അവിടെ റോങ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റെപ്പുകളെല്ലാം കാണാൻ സാധിക്കും. എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ താഴെ ആ ഷോർട്ട് കട്ടിന് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവസാനം 20ാമത്തെ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ സബ്മിറ്റ് ബട്ടൺ കാണും. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ടേക്ക് അനദർ ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റിലേക്ക് പോകാൻ സാധിക്കും. ഇനി അടുത്തത് 10ാം ക്ലാസ്സിലെ ഒളിമ്പിയാഡുകളാണ്. നമുക്ക് നോക്കാം. ഒളിമ്പിയാഡ് ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞ 15 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണും. അതായത് നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡ്, ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പിയാഡിന്റെ കഴിഞ്ഞ 15 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ 50 ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അതായത് ഒരു ടെസ്റ്റ് പേപ്പറിൽ 25 ക്വസ്റ്റ്യൻ വെച്ച് 50 × 25 1250 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി നമുക്ക് സ്കോളർഷിപ്പ് നോക്കാം. അടുത്ത പാക്കേജ് 10ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പാണ് ഈ കാണുന്നത്. അതായത് സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും ഉള്ള കുട്ടികൾ, ഈവൻ ICSE സിലബസിലും ഒക്കെ 10ാം ക്ലാസ്സിൽ വരുന്ന സാധാരണ ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പുകളുടെ 15 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതും ടെസ്റ്റ് പേപ്പർ ആയിട്ടാണ് കിടക്കുന്നത്. 80 ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ട്. ഒരെണ്ണത്തിൽ 25 എണ്ണം വെച്ച് 25 × 80 2000 ക്വസ്റ്റ്യൻസ് ഇതിൽ മാത്രമായിട്ടുണ്ട്. ഇനി അടുത്ത പാക്കേജ് മെന്റൽ എബിലിറ്റി എന്ന് പറയും. നമുക്കറിയാം എല്ലാ സ്കോളർഷിപ്പുകൾക്കും മത്സര പരീക്ഷകൾക്കും എല്ലാം മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ പസിൽസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ പസിൽസ് മാത്തമാറ്റിക്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന സംഭവങ്ങളാണ്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് പേപ്പറുകളും അതുപോലെ PDF നോട്ട്സും ആണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്ത പാക്കേജ്, ഇങ്ങനെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ കണ്ടന്റുകളും, അതായത് ടെസ്റ്റ് പേപ്പറുകളുണ്ട്, നോട്ട്സ് ഉണ്ട്, ക്ലാസ് വൈസ് നോട്ട്സ് ഉണ്ട്, ചാപ്റ്റർ വൈസ് നോട്ട്സ് ഉണ്ടാവും. എല്ലാ 5 മുതൽ 10 വരെയുള്ള ഒളിമ്പിയാഡുകളുണ്ട്. എല്ലാ സ്കോളർഷിപ്പുകളും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കോളർഷിപ്പുകൾ, മെന്റൽ എബിലിറ്റി, എല്ലാ ക്ലാസ്സുകൾക്കുള്ള സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാവും. ഇനി ഈ സ്കോളർഷിപ്പ് ഒളിമ്പിയാഡ് എന്ന് പറയുന്ന ഒരു പാക്കേജില് മിഡിൽ സ്കൂളിന് കോമൺ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ, ഹൈസ്കൂളിന് കോമൺ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ, മൊത്തം ടെസ്റ്റ് പേപ്പറുകളാണ് നിങ്ങൾ കാണുന്നത്. മുമ്പ് കണ്ട പോലെ തന്നെ ടെസ്റ്റ് പേപ്പറുകളാണ്. അത് മൊത്തം ഒരു 3000 കണക്കുകൾ അതിനകത്ത് മാത്രമുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മൊത്തം ടോപ്പിക്കിൽ ഏതാണ്ട് 20,000-ൽ കൂടുതൽ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണുന്നത് IIT ഫൗണ്ടേഷൻ ആണ്. നമുക്കറിയാം IIT എൻട്രൻസിനൊക്കെ നമ്മൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നുണ്ട്. പക്ഷെ എൻട്രൻസ് പഠിക്കാൻ വേണ്ടി +1 +2 സമയത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും
സ്കൂൾ തലത്തിൽ തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. വലിയ വലിയ സ്കൂളുകളെല്ലാം അതുപോലെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന ഫൗണ്ടേഷൻ കോഴ്സുകളിൽ വരുന്ന നല്ല ടഫായിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തെ എന്റെ എക്സ്പീരിയൻസിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ മിഡിൽ സ്കൂളിൽ തന്നെ 100 ടെസ്റ്റ് പേപ്പർ ഉണ്ട്. 25 എണ്ണം വെച്ച് 2500 കണക്കുകൾ അതിൽ തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാക്കേജിലേക്ക് പോവാം. ഹൈസ്കൂള്, IIT ഫൗണ്ടേഷൻ ഹൈസ്കൂളില് ബേസിക് ലെവൽ, മീഡിയം ലെവൽ, അഡ്വാൻസ് ലെവൽ, ഇതിൽ 100 ടെസ്റ്റ് പേപ്പർ, ഇത് രണ്ടിലും 50 എണ്ണം വെച്ച് 100 എണ്ണം. ടോട്ടൽ 200 ടെസ്റ്റ് പേപ്പറുകൾ ഇതിൽ മാത്രമുണ്ട്. അതായത് 5000 കണക്കുകൾ ഇതിൽ മാത്രമുണ്ട്. ടോട്ടല് ഈ ഹൈസ്കൂളിൽ 5000ഉം മിഡിൽ സ്കൂളിൽ 2500ഉം ചേർത്ത് 7500 കണക്കുകൾ ഇതിൽ വരുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും CBSE, ICSE സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കും എല്ലാം ഇത് ഉപയോഗിക്കാം. അതിന് കാരണം മാത്തമാറ്റിക്സിലെ ടു ഇസഡ് സംഭവങ്ങൾ എന്തെല്ലാം മാത്തമാറ്റിക്സിലുണ്ടോ, എന്തെല്ലാം ടോപ്പിക്കുകൾ മാത്തമാറ്റിക്സിലുണ്ടോ അത് മുഴുവൻ 34 സെക്ഷനായിട്ട് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സെക്ഷനാണോ, ഏത് സർക്കിളാണ് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾ സർക്കിൾ വരിക. സർക്കിൾ എന്ന് പറഞ്ഞ ജോമെട്രിക്കകത്താന്ന് നിങ്ങൾക്ക് അറിയാം. ജോമെട്രി ക്ലിക്ക് ചെയ്യുക, സർക്കിൾ എടുക്കുക. ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ വരിക, അല്ലെങ്കിൽ സർഫസ് ഏരിയ ആണ് പഠിക്കേണ്ടതെങ്കിൽ വോളിയം ആൻഡ് സർഫസ് ഏരിയയിൽ വരിക. ഇതിൽ എക്സ്പ്ലനേഷൻസ് ആൻഡ് നോട്ട്സ് എന്ന പേരിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പല പല ക്വസ്റ്റ്യൻ മത്സര പരീക്ഷകൾക്കും 10ാം ക്ലാസ്സിലും ഒക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കിടക്കുന്നത്. എല്ലാം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്കോളർഷിപ്പുകൾക്കും മത്സര പരീക്ഷകൾക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു സ്പീഡ് ടെക്നിക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. 5 പാർട്ടായിട്ട് ഒരുപാട് സ്പീഡ് ടെക്നിക്കുകളുണ്ട്. ആ സ്പീഡ് ടെക്നിക്കുകളുടെ ഒരു 3-4 എക്സാമ്പിൾസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 27 into 11, ഈ 2ഉം 7ഉം കൂടി ആഡ് ചെയ്യുക. 2ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. ആ 9 ഈ 27ന്റെ സെന്ററിലേക്ക് ഇട്ടാൽ മതി. ഈ 9നെ 27ന്റെ സെന്ററിലേക്ക് ഇട്ടാൽ 297 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ 27 കാണുമ്പോൾ തന്നെ 9 മനസ്സിൽ വന്നു, 297 എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ അര സെക്കൻഡ് പോലും നമുക്ക് വേണ്ട. ഇനി ഒരു നമ്പറിനെ 99 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ട്രിക്ക് പറയാം. 99 into 47. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ ചെയ്യാൻ പോലും നിങ്ങൾക്ക് 3 സെക്കൻഡ് വേണം. പക്ഷെ അതിനേക്കാൾ സ്പീഡിലാണ് ഞാൻ 1 സെക്കൻഡ് കൊണ്ട് ഇത് ചെയ്യും. ഈ 47ൽ നിന്നും 1 കുറയ്ക്കുക, 47ൽ നിന്നും 1 കുറയ്ക്കുക, 46 കിട്ടും. അടുത്ത സ്റ്റെപ്പ്, ഈ 100ൽ നിന്നും ഈ 47 കുറയ്ക്കുക, 100ൽ നിന്നും ഈ 47 കുറയ്ക്കുക, നിങ്ങൾക്ക് 53 കിട്ടും. ഉത്തരം 46, 53. 46, 53 ആയിരിക്കും ഇതിന്റെ ഉത്തരം. അതായത് നമുക്ക് 47 കാണുമ്പോൾ തന്നെ 46 മനസ്സിൽ വന്നു കഴിഞ്ഞു. 47 കാണുമ്പോൾ തന്നെ 100ൽ നിന്നും 47 ഡിഫറൻസ് മനസ്സിൽ വന്നു, 53. 1 സെക്കൻഡ് കൊണ്ട് പ്രാക്ടീസിലൂടെ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. ഇനി മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു നമ്പറിനെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 125 into 128. നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത്രയും ചെയ്താൽ മതി. ഇതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി, പകുതിയുടെ പകുതിയുടെ പകുതി എടുത്തിട്ട് 3 0 ഇട്ടാൽ ആൻസർ കിട്ടും. 128ന്റെ പകുതി 64, 64ന്റെ പകുതി 32, 32ന്റെ പകുതി 16. അതായത് 16,000 ആയിരിക്കും ആൻസർ. 2 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഈ 125ന്റെ സ്ഥാനത്ത് 25 ആണെങ്കിൽ, ഇത് 5 ഗുണം 5 ഗുണം 5 ആണ്. ഇതിന് പകരം വെറും 5 ഗുണം 5 ആണെങ്കിൽ പകുതിയുടെ പകുതി എടുത്തിട്ട് 2 0 ഇട്ടാൽ ആൻസർ കിട്ടും. ഇനി ഈ 25ന്റെ സ്ഥാനത്ത് വെറും 5 ആണെങ്കിൽ, അതായത് ഇത് 5 ഗുണം 1, ഇത് 5 ഗുണം 2, ഇത് 5 ഗുണം 3. സോറി, ഇത് 5, ഇത് 5 into 5, ഇത് 5 into 5 into 5. ഈ 25ന്റെ സ്ഥാനത്ത് 5 ആണെങ്കിൽ വെറും പകുതി എടുത്തിട്ട് 1 0 ഇട്ടാൽ ആൻസർ കിട്ടും. ഇതാണ് 5ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒരു ഷോർട്ട് കട്ട്.
ഇനി ഞാൻ മറ്റൊരു ഷോർട്ട് കട്ട് കൂടി കാണിച്ചു തരാം. 67 ഇൻറ്റു 63. 67 ഇൻറ്റു 63 ഞാൻ 2 സെക്കൻഡ് കൊണ്ട് ചെയ്യും. ആദ്യം 7 ഇൻറ്റു 3. 7 ഇൻറ്റു 3 സമം 21. അടുത്ത സ്റ്റെപ്പിൽ ഈ 6നോട് കൂടി 1 കൂട്ടുക. ഈ 6നോട് കൂടി അല്ലെങ്കിൽ ഈ കാണുന്ന 6നോട് കൂടി 1 കൂട്ടുക. അപ്പൊ 7 കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഈ 7 ഈ 6നോട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 42. ഉത്തരം 42:21. എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്? അവസാനത്തെ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈ 6നോട് കൂടി 1 കൂട്ടി അതിനെ ഈ 6നോട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. 2 കണ്ടീഷൻസ് ഉണ്ട്. ഈ 2 കണ്ടീഷനിലും ഉണ്ടെങ്കിൽ മാത്രമേ, 2 കണ്ടീഷനും പാലിച്ചെങ്കിൽ മാത്രമേ ഈ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അവസാനത്തെ 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 10 കിട്ടണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഇനി വരുന്ന നമ്പറുകൾ, ഈ അവസാനത്തെ നമ്പറുകൾക്ക് ശേഷം ഇനി വരുന്ന നമ്പറുകൾ രണ്ടും സെയിം ആയിരിക്കണം. ഈ 6ന്റെ സ്ഥാനത്ത് 7 ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവസാനത്തെ 2 നമ്പറുകൾ കൂട്ടുമ്പോൾ 10 കിട്ടണം. ബാക്കിയുള്ള നമ്പറുകൾ സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ സാധിക്കൂ. ഇതുപോലെയുള്ള 500 സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്കുകൾ നമ്മുടെ വണ്ടർമാ സോഫ്റ്റ്വെയറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ 2000 ഷോർട്ട് കട്ടുകൾ ഉണ്ട്. അത് ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്തും ക്ലാസ് വൈസ് പാക്കേജിലും IIT ഫൗണ്ടേഷനിലും എല്ലാം കൂടി സ്പ്രെഡ് ചെയ്ത് 2000 ഷോർട്ട് കട്ടുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഷോർട്ട് കട്ട് ഞാൻ നിങ്ങളെ എക്സാമ്പിളായി കാണിച്ചു തരാം. മാത്തമാറ്റിക്സിലെ ഒരു ഷോർട്ട് കട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് എന്താണ്, അല്ലെങ്കിൽ ആ ഷോർട്ട് കട്ട് കൊണ്ടുണ്ടാകുന്ന എത്രമാത്രം ടൈം സേവ് ചെയ്യാൻ, മത്സര പരീക്ഷകൾക്ക് എത്രമാത്രം ടൈം സേവ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ സാധാരണ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കും എല്ലാം നമുക്ക് ഷോർട്ട് കട്ടുകൾ കൊണ്ട് സമയം ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സാധാരണ സ്റ്റെപ്പുകൾ ചെയ്തതിനു ശേഷം ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ശരിയാണോ, ഉത്തരം ശരിയാണോ എന്ന് 1 സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ മത്സര പരീക്ഷകൾ കാണുന്ന, ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ കാണുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. The age of father is 4 times the age of son. The age of father is 4 times the age of son. 12 years ago, the age of father was 8 times the age of son. 12 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 8 ഇരട്ടിയാണ്. മാത്തമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ 2 ലീനിയർ ഇക്വേഷൻസ് ആയി എഴുതും. ഇതെല്ലാവർക്കും അറിയാവുന്ന സ്റ്റെപ്പുകളാണ്. ഇനി നമ്മൾ ഇവിടെ ചോദ്യം വാട്ട് ഇസ് ദ പ്രസന്റ് ഏജ് ഓഫ് സൺ, അല്ലെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് സാധാരണ രീതിയിൽ ചെയ്യാൻ എത്ര സമയം വേണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെത്താനെ ചെയ്തു നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെയ്തു നോക്കിയിട്ട് എത്ര സമയം എടുത്തു എന്ന് നോക്കുക. അതിനുശേഷം ഞാൻ എന്റെ ഷോർട്ട് കട്ട് കാണിച്ചു തരാം. വെറും 1 സെക്കൻഡ് കൊണ്ട് ഞാൻ ക്വസ്റ്റ്യനിൽ മാത്രം നോക്കിയിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിച്ചു തരും. ഈ എക്സിന് പകരം 4y അപ്ലൈ ചെയ്യാം. 4y minus 12 is equal to 8y minus 96, or 8y minus 4y is equal to 96 minus 12 is equal to 84, or 4y is equal to 84, or y is equal to 84 by 4 is equal to 21. അതായത് മകന്റെ പ്രായം 21 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി. ഈ സ്റ്റെപ്പുകൾ ചെയ്യാൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് എടുത്തു. അപ്പൊ ഈ 1 മിനിറ്റ് നമുക്ക് നഷ്ടം വന്നു. ഇനി എന്റെ ഷോർട്ട് കട്ട് ഞാൻ കാണിക്കുകയാണ്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് മാത്രം നോക്കൂ. The age of father is 4 times the age of son. 4 എന്ന് ഇവിടെ എഴുതി. കാരണം ഞാൻ ക്വസ്റ്റ്യനെ നോക്കി, ഞാൻ സ്റ്റെപ്പുകളൊന്നും ചെയ്യുന്നില്ല. രണ്ടാമത് 12 years ago, ഞാൻ 12 ഇവിടെ എഴുതി. The age of father was 8 times the age of son. 8 ഇവിടെ എഴുതി. ഈ 3 നമ്പറുകളും ഞാൻ ക്വസ്റ്റ്യനെ നോക്കി എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നോക്കുക. ഈ 8ൽ നിന്നും 1 കുറയ്ക്കുക, 7. ഈ 8ൽ നിന്നും 4 കുറയ്ക്കുക, 8 മൈനസ് 4, 4 കിട്ടി. ഇനി ഈ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
12/4 = 3 കിട്ടി. ഇപ്പൊ എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ നോക്കിയോ, ഈ 7ഉം ഈ 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 7 × 3 = 21. ഈ ആൻസർ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെയ്ത സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ മനസ്സിൽ ഈ 3 നമ്പറുകൾ ക്വസ്റ്റിനിൽ തന്നെ വന്നു കഴിഞ്ഞു. 8 എന്ന് കാണുമ്പോഴേ എന്റെ മനസ്സിൽ 7 വന്നു. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡിൽ തന്നെ 7 വരും. 8 - 4 4, 12/4 3. ഇതിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. 21 എന്ന ആൻസർ കിട്ടാനായിട്ട് വിത്തിൻ 1 സെക്കൻഡ് ഐ ഗോട്ട് ദി ആൻസർ. അപ്പൊ നിങ്ങൾ നോക്കുക, 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ 1 സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ 2 സെക്കൻഡ് കൊണ്ടിരിക്കും. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ ഈ കണക്ക് എല്ലായിടത്തും ശരിയാവുമോ? അല്ലെങ്കിൽ ചില ടീച്ചർമാർക്ക് എന്നോട് ചോദിച്ച് ഇത് എല്ലാ കേസിലും ശരിയാവും എന്ന് എന്താണ് ഉറപ്പ്? അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം ഇത് എല്ലായിടത്തും ശരിയാവും. നോക്കിയോളൂ, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഏജ് ഓഫ് ഫാദർ ഈസ് 4 times the ഏജ് ഓഫ് സൺ. ഞാൻ അവിടെ നമ്പർ തന്നെ എഴുതി. മകന്റെ പ്രായം 10 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ട് 4 times the ഏജ് ഓഫ് സൺ. അപ്പൊ 40. കാരണം 10 × 4 4 times 40 ആണ്. അപ്പൊ ഇവിടെ 4 എഴുതി കഴിഞ്ഞു. 8 years ago, 8 വർഷങ്ങൾക്ക് മുമ്പ്. 8 വർഷങ്ങൾക്ക് മുമ്പാകുമ്പം ഈ 40-ൽ നിന്നും 8 വർഷം കുറച്ചാൽ 32 ആയി. ഈ 10 വയസ്സുകാരന് 2 വയസ്സായി. 10 - 2. 8 years ago. അപ്പം 8 years എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 12 പകരം 8 വന്നു. The age of father was 16 times the age of son. What is the percentage of son? ആദ്യമേ ക്വസ്റ്റിനെ നോക്കി ഞാൻ ഇതുപോലെ എഴുതി. 4 തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 8 times ആയിരുന്നു, ഇപ്രാവശ്യം 16 times ആണ്. കഴിഞ്ഞ പ്രാവശ്യം 12 വർഷം മുമ്പായിരുന്നു, ഈ വർഷം 8 വർഷം മുമ്പ്. എന്റെ സ്റ്റെപ്പ് എന്താണ്? 8 - 1 ഇവിടെ ചെയ്തു. അതുപോലെ ഇവിടെയും 16 - 1 15. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? 8 - 4 = 4. ഇവിടെ 16 - 4 16 - 4 = 12. മനസ്സിലായല്ലോ? അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ കിട്ടിയ നമ്പർ ഇതിനെ ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം? ഈ 8-നെ ഈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 7-ന് പകരം ഇവിടെ 15 കിട്ടി. ഇവിടുത്തെ 3-ന് പകരം ഇവിടെ 2/3 കിട്ടി. ഇനി എന്തായിരുന്നു ഉത്തരം? 7 × 3. ഇവിടെ എന്ത് ചെയ്യണം? 15 × 2/3. 15 × 2/3 = ഈ 3-യും 15-നും കട്ടാവും. 5 കിട്ടി. 5 × 2. മകന്റെ പ്രായം 10. മകന്റെ പ്രായം നിങ്ങൾക്ക് 10 കിട്ടി. ശരിയാണോ എന്ന് നോക്കിയേ. മകന്റെ പ്രായം 10 ആണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യനും ഈ മെത്തേഡിലൂടെ ചെയ്താൽ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെയുള്ള 2000 ഷോർട്ട് കട്ടുകളാണ് നമ്മുടെ വണ്ടർ മാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷൻ നോക്കുക, കരിയർ സക്സസ്. ഇതില് കരിയർ ഗൈഡൻസ്, സയന്റിഫിക് സ്റ്റഡി ടെക്നിക്സ്, ശാസ്ത്രീയമായ പഠന രീതി, കുട്ടികൾ പഠിക്കേണ്ട മെത്തേഡ് എന്താണ്, കോൺസെൻട്രേഷൻ ടെക്നിക്സ്, കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യേണ്ട, കോൺസെൻട്രേഷൻ ഒരു പോയിന്റിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ കോൺസെൻട്രേഷൻ ആ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ള ടെക്നിക്കുകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ ബോർഡ്. ഒരു ഇന്റർവ്യൂ ബോർഡിനെ എങ്ങനെ ഫേസ് ചെയ്യണം, കുട്ടികൾ ചെയ്യേണ്ട യോഗ ടെക്നിക്സ് ആണ്. മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്, മൈൻഡ് കൺട്രോൾ ആൻഡ് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഇംപ്രൂവ് യുവർ ഡിസിഷൻ മേക്കിംഗ് പവർ. എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള പവർ. ഇതൊക്കെ സ്കോളർഷിപ്പുകൾക്കും അതുപോലെ തന്നെ PSC ബാങ്ക് ടെസ്റ്റുകൾക്കും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മാത്രമല്ല, IIT എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്കും, അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന പാക്കേജ് മാത്സിലെ ഫുൾ കണ്ടന്റുകളുണ്ട്. മെന്റൽ എബിലിറ്റിയുടെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ആപ്റ്റിറ്റ്യൂഡിന്റെ 20,000-ലധികം കണക്കുകൾ ഇതിനകത്തുണ്ട്. 2000-ലധികം ഷോർട്ട് കട്ടുകളുണ്ട്. എല്ലാ PSC ടെസ്റ്റുകൾക്കും, ബാങ്ക് ടെസ്റ്റുകൾ, NDA, അതുപോലെ തന്നെ മറ്റ് മാനേജറിയൽ ലെവലില് ഇതെല്ലാം 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് 3 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 ലെവൽ എന്ന് പറയുമ്പോൾ പാർട്ട് 1 എന്ന് പറയുമ്പോൾ ബേസിക് കാര്യങ്ങളായിരിക്കും, പാർട്ട് 2 കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും, പാർട്ട് 3 ഏറ്റവും മാക്സിമം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള കണക്കുകളായിരിക്കും. ഈ രീതിയിലാണ് ഈ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത്. വണ്ടർ മാസിനെ കുറിച്ച് ഒരു കൺക്ലൂഷൻ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ബ്രൗഷർ കൂടി നമ്മുടെ കയ്യിലുണ്ട്. ആ ബ്രൗഷറും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക.
ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ വണ്ടർ മാസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാജിക് മാസ് ട്രീയിലൂടെ ബേസിക് ഫണ്ടമെന്റൽസിലൂടെ കുട്ടികൾക്ക് അടിസ്ഥാനം മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അത് ഒരു ടീച്ചറുടെ സഹായത്തോട് മാത്രമേ പഠിക്കാവൂ, ഒരിക്കലും തനിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. അത് ആ ടീച്ചർ ഡയറക്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ 15 അവർ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ബേസിക് ഫണ്ടമെന്റൽ ക്ലിയർ ആയി കിട്ടും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. രണ്ടാമത്, ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത ഇതിലെ കണ്ടന്റുകളുടെ ഡെപ്ത് ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ക്ലാസ് വൈസ് പാക്കേജുകളിൽ ഓരോ ക്ലാസ്സിലും 6 സെക്ഷനുകളുണ്ട്. മൊത്തം 20,000-ൽ കൂടുതൽ കണക്കുകളുണ്ട്. അതുപോലെ തന്നെ IIT ഫൗണ്ടേഷന്റെ 7,500 കണക്കുകൾ ഞാൻ കാണിച്ചു തന്നു. അത് ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ഏറ്റവും സിമ്പിൾ ആക്കി ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്രയും കട്ടിയുള്ള കണക്കുകൾ വളരെ സിമ്പിൾ ആയിട്ട്, അതൊക്കെ എന്റെ കഴിഞ്ഞ 30 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നൊരു പാക്കേജ് കണ്ടു. അതിൽ മാത്സിലെ A to Z കാര്യങ്ങളുണ്ട്. അതുപോലെ 2000 ഷോർട്ട് കട്ടുകളുണ്ട്. ഒരു ഷോർട്ട് കട്ടിന്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രയോ ഈസി ആയിട്ട് നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കണക്കുകൾ 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. അപ്പൊ ആ ഷോർട്ട് കട്ടുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ സ്പീഡ് ടെക്നിക്കുകൾ, നിങ്ങൾക്ക് മാത്സിൽ വളരെ സ്പീഡ് കിട്ടുന്ന വെറും കാൽക്കുലേഷൻ കൈകൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പീഡ് ടെക്നിക്കുകളാണ്. അതൊക്കെ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ടീച്ചറിനോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ ക്ലാസ് ഒരിക്കലും മിസ്സാക്കരുത് എന്നാണ് എന്റെ അഡ്വൈസ്. കാരണം ബേസിക് ഫണ്ടമെന്റൽ ടീച്ചറുടെ അഡ്വൈസോട് കൂടി ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. കാരണം ഞാൻ ഒരിക്കലും സോഫ്റ്റ്വെയർ തനിച്ച് പഠിച്ച് മാർക്ക് വാങ്ങാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്റെ അധ്യാപകൻ എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഞാനും ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഞാൻ കഴിഞ്ഞ എബനൈസ് ഇന്റർനാഷണൽ സ്കൂളിലെ 13 മാർക്കുള്ള കുട്ടിക്ക് 52 മാർക്ക് വാങ്ങിക്കൊടുത്തത്. വെറും 15 ക്ലാസ് ഞാൻ ലൈവായിട്ട് കൊടുത്തു. സോഫ്റ്റ്വെയറിൽ ഇന്ന കാര്യങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ഡയറക്റ്റ് ചെയ്തു. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. എല്ലാ കുട്ടികളും, ഇന്ത്യയിൽ 23 കോടി സ്റ്റുഡൻസിലേക്കാണ് ഞാനിത് സമർപ്പിക്കുന്നത്. എല്ലാ കുട്ടികളും ഞാൻ പറയുന്ന അതേ ഡയറക്ഷനിൽ പഠിച്ച് വളരെ നല്ല മാർക്ക് മാത്തമാറ്റിക്സിൽ മേടിക്കുക. ഇനി ഒരിക്കലും നമ്മുടെ കേരളത്തിലോ അല്ല ഇന്ത്യയില് മാത്സിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.